ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്ലൂ കളർ ബ്ലൗസിൻ്റെ ഡിസൈനിങ് ആയിട്ടാണ്. ഇതിൽ ഞാൻ സിമ്പിൾ വർക്കാണ് കൊടുക്കുന്നത്. സിമ്പിളായിട്ട് ത്രെഡ് വർക്ക് കൊടുക്കാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടൊരു ചെറിയ ചെറിയ ഷേപ്സ് കൊടുക്കുന്നുണ്ട്. ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ എന്നെല്ലാം പറഞ്ഞ പോലെ കുറച്ച് ഷേപ്സ് വരച്ച് പലയിടത്തായിട്ട് സ്കാറ്റേർഡായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെയാണ് വരക്കുന്നത്. ഇത് നമ്മളെ ടൈലർ വരച്ച് തന്ന ഒരു ഷേപ്പാണ്. അതിന് ഉള്ളിലാണ് നമ്മൾ ഡിസൈൻ വരക്കുന്നത്. സാരീൻ്റെ ബോർഡർ സിൽവർ വിത്ത് പിങ്ക് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഒരു സിൽവർ പിങ്ക് കളർ ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ വരച്ച ആ ഷേപ്സിലെല്ലാം നമ്മൾ ലോഡിങ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാനൊരു ലോഡിങ് സ്റ്റിച്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്ലവർ ലോഡിങ്. അത് ഒരു എംബോസ്ഡ് ഫ്ലവർ ലോഡിങ് ആണ്. ഇത് നോർമലായിട്ടുള്ളൊരു ലോഡിങ് ആണ്. അങ്ങനെ ലോഡ് ചെയ്ത് ഈ മൊത്തം ഇതൊരു സ്ലീവിൻ്റെ വർക്കാണ്. മൊത്തം സ്ലീവ് ഇങ്ങനെ ലോഡ് ചെയ്ത് ഫുള്ളാക്കുന്നുണ്ട്. ലോഡിങ്ങിൻ്റെയും മറ്റ് സ്റ്റിച്ചുകളെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ സ്റ്റിച്ച് എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ലോഡ് ചെയ്ത് ആ സ്റ്റിച്ചിനെല്ലാം നമ്മൾ പിന്നെ ബ്ലൗസിൻ്റെ സാരീൻ്റെ ബോർഡർ സിൽവർ കളറാണല്ലോ. അപ്പോൾ സിൽവറിന് മാച്ചായ രീതിയിൽ ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ലോഡിങ് സ്റ്റിച്ച് എല്ലാം ചെയ്യുമ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം ഔട്ട്ലൈൻ കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും, നീഡിലിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ടാവും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ലാസ്റ്റ് ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാപ്പ് അങ്ങ് ഫില്ലായി പോകും. അപ്പോൾ നമ്മുടെ വർക്ക് കൂടുതൽ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നെക്കിനും ഇതുപോലെ തന്നെ ഈ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ കളർ ലോഡിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ ലോഡിങ് കുറച്ചുകൂടെ എംബോസ്ഡ് ലുക്കാണ്. അത് ഞാൻ പൈപ്പിംഗ് ത്രെഡ് ഉള്ളിൽ വെച്ചിട്ടുള്ള ലോഡിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക് നെക്ക് ഉള്ളത്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഇത് തന്നെ സെയിം. സ്ലീവിന് നമ്മൾ അതേ ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വർക്ക് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ അകത്ത് കുറച്ച് ഗ്യാപ്പ് കണ്ടിട്ടുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് റൗണ്ട് കളർ വീഡ്, ഗോൾഡൻ വീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ സിമ്പിൾ ഡിസൈൻ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ചെയ്ത് നോക്കുക. ഒരു മെറ്റീരിയൽ വാങ്ങിയിട്ട് ചെറിയ നെക്കിൻ്റെ ഷേപ്പ് വരച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളെ മനസ്സിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ട്രേസ് എടുത്ത ഡിസൈന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. അപ്പോൾ ചെയ്തിട്ടേ പെർഫെക്ഷൻ വരുള്ളൂ. നോക്കിയിരുന്നാൽ ഒരു പെർഫെക്ഷനും വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ.